നല്ലൊരു തോരൻ ഉണ്ടാക്കാം. നമ്മുടെ ചെമ്പടക്കയൊക്കെ നല്ലതായിട്ട് അരിഞ്ഞ് ഇട്ടാനൊരു കടായി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക്, അതോടൊപ്പം കുറച്ച് അരി, നമ്മുടെ ചോറിനാണ് അരി, അത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 2 മുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉള്ളി, ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില അത്ര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ സാധനം ചെമ്പടക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ ഇളക്കി ഒരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനധികം അങ്ങനെ വെള്ളം ഒന്നും ഇല്ല, വേകാൻ ആവശ്യത്തിന് അല്പം, ഒത്തിരി വെള്ളം വേണ്ട. ഒന്ന് ഇളക്കി കൂട്ടി നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പം ഞാനിതിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം പലപ്പോഴായിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ചക്ക വെന്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചിരണ്ടിയ തേങ്ങ അതിട്ട് കൊടുത്ത് ഇളക്കി കൂട്ടാം. അതുപോലെ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ വാങ്ങാൻ നേരത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്ക് ഓഫ് ചെയ്യാം.